മാധവൻ ഹലോ. കാർത്തി അരസു ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ. മണി സൗണ്ട് കമ്മിയാക്ക്. കാർത്തി അരസു ഹായ് എന്താ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഷക്കീരൻ ഹായ്. മാധവൻ മണികണ്ഠൻ ഹായ് ഹായ്. ഭാരത് ഹായ്. രാമരാജ് ഹായ്. അനിത രാജേഷ് മണി ഹായ്. മണി പ്രകാശ് ഹായ്. അരുൺകുമാർ ഫുഡ് കഴിച്ചിട്ടാണ്. സാപ്പിട്ടീங்க நீ சாப்பிட்டீங்களா? கோபிநாத் ഹായ് ചെല്ലാം ഹായ്. ശ്രീജിത്ത് ഹലോ. മന്ദിരം சாப்பிட்டீங்க. ബാബു ഹായ്. ഹായ്. സാമ്പാർ ശിവദാസൻ ഗുഡ് ആഫ്റ്റർനൂൺ. സുഖമായിരിക്കുന്നു. ഹായ്. മുരളീധരൻ ഹായ്. ശിവാനന്ദ് ഹായ്. കുമാർ ഹായ്. സ്വീറ്റ് ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. രാജേഷ് ഫോൺ നമ്പർ ശിവകുമാർ ലവ് യു. ഗിരീഷ് കുമാർ ഹായ്. അനി രാജേഷ് സെന്തിൽ കുമാർ ജിമിൻജ് ഹായ്. അബു ഇഹാദ് ഹായ്. മുത്തേ സുഖം. മുരുകൻ സുഖമായിരിക്കുന്നു കേട്ടാ. മുരുകൻ സ്മൈൽ സൂപ്പർ താങ്ക് യു. മുരുകൻ ഹായ് സിസ്റ്റർ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രം പളനി. ഓക്കെ മുരുകൻ സൂപ്പർ. പളനിയിൽ നിന്നും ലൈവ് பார்த்துருக்கீங்களா? ശ്രീജിത്ത് ഹലോ. മുടി വാക്യൂം ചെയ്ത് കുട്ടി. മുടി ചൂടെടുത്തിട്ടാന്ന് പറയും. ഭയങ്കര ചൂടാ ഇവിടെ. പിന്നെ കുഴപ്പമില്ലല്ലോ. ജെറിൻ ബ്രോ മൂവിക്ക് போனாலுப்பா அப்படிங்களா? சரி കണ്ണു തട്ടി. അന്നമ്മോ ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ. താങ്ക് യു ഏട്ടാ. താങ്ക് യു. അതേട്ടാ ഭക്ഷണമൊക്കെ കഴിച്ചോ? സുഖമല്ലേ? സതീഷ് ഗുഡ് ആഫ്റ്റർനൂൺ. പ്രകാശ് സൂപ്പറാ இருக்கீங்க. ഓക്കെ. കരീം സുരേഷ് ഗുഡ് ആഫ്റ്റർനൂൺ. മഞ്ജു വോയിസ് പോണാർപ്പാ. ആനന്ദ് ഗുഡ് ആഫ്റ്റർനൂൺ. സൂപ്പർ ഡ്രസ് താങ്ക് യു. സൂപ്പർ മുഹമ്മദ് ഗുഡ് ആഫ്റ്റർനൂൺ. സെന്തിൽ കുമാർ ആണോ സുജിത്തേട്ടാ? ഓക്കെ. ഇത്രയൊന്നുമില്ല. കണ്ണ് തട്ടാന്ന് പറയാനുള്ള മുടിയൊന്നും ഇല്ല ഏട്ടാ. ഹായ് ഗുഡ്. നൗഷൽ ഗുഡ് ആഫ്റ്റർനൂൺ. കമൽ വിജയം ഏട്ടാ സൂപ്പർ താങ്ക് യു ഏട്ടാ. താങ്ക് യു. സുബ്രഹ്മണ്യൻ വസന്ത് ഭക്ഷണം കഴിച്ചു. സ്പെഷ്യൽ ഒന്നുമില്ല. കരുത് ഇന്നലത്തെ സാമ്പാറായിരുന്നു. അതിലെന്താ, നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ. വിനോദ് കുമാർ ഹലോ. ഗംഭീരം. ഗംഭീരം പറയണമെന്നില്ല ഏട്ടാ. നമ്മളൊരു സാധാ വീട്ടമ്മയാണ് ഏട്ടാ.
ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ. ഏലുമലൈ. ഇല ഇലവഴകൻ കതിർ. ഹായ് സ്വീറ്റ്. ഷാജഹാൻ. ഹായ് ബേബി ഗുഡ് ആഫ്റ്റർനൂൺ. സെന്തിൽ കുമാർ. ഹായ് അനിഡിയ. ഹായ് കലൈ സെൽവൻ. ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ. കണ്ണു കട്ടും, അത് ബാക്കിൽ ഇടണം എന്ന് പറഞ്ഞു. ശരി ഏട്ടാ. എന്നപ്പാ പസങ്ങൾക്ക് എനിക്ക് സ്കൂൾ പോലെ ഒന്ന് തന്നെ. സ്റ്റഡി ഐ വാണ്ട് ടു മൂന്നാർ സിസ്റ്റർ. വിച്ച് പ്ലേസ് ആർ യു സിസ്റ്റർ? கேரளா. இப்போ கோயம்புத்தூர்ல இருக்கிறீங்க. கிருஷ்ணமூர்த்தி. ஹாய் குட் ஆஃப்டர்நூன். അനിലേട്ടാ, ഇന്ന് സന്തോഷം ഇല്ല, ഒന്നുകൂടി ചിരിക്കുക, ഒരു രസം. ശരി ഏട്ടാ. സുരേഷ് ഏട്ടാ പറയും. മകൾ കലിപ്പിലാണോ? ഇല്ല വിനോദേട്ടാ, ഇല്ല ഏട്ടാ. വീരപ്പാണ്ടി. ഐ ലവ് യു. அழகா இருக்கிறீங்க அப்படிங்களா? தேங்க்யூங்க. பாபு. നമുക്ക് നാട് കിട്ടാലോ. വിടേട്ടാ. മണിക്കുട്ടൻ. ഹായ് വിളക്കുട്ടി. ഹലോ. ഇല്ല, തണുപ്പൊന്നുമല്ല, ഞാൻ ഇട്ടപ്പം ഞാനങ്ങനെ ഇട്ടു മാത്രം. ചൂട് തന്നെയാ. சாப்பிட்டீங்க ராஜகுமார். ஷாஜஹான். സന്ദീപ് കുമാർ. അന്നമ്മയുടെ മുഖത്തിന് സൗന്ദര്യം ആ ജിമിക്ക് തന്നെയാണ്. അതെല്ലേ, ഇതുപോലത്തെ ഒരു സ്വർണത്തിന്റെ ഒരു കമ്മല് വാങ്ങിക്കാല്ലേ. ഇതൊരു അരപ്പവും വരും. ഇതിപ്പോ പിച്ചളയാണ് കേട്ടോ, സത്യം. കുറച്ച് സൗണ്ട് കമ്മി. വിജിത്ത്. ഹലോ, സുഖമായിട്ടുണ്ട്. താങ്ക് യു. പ്രവീൺ ഗുഡ് ആഫ്റ്റർനൂൺ. മനീഷ്. മനു. സൂപ്പർ. ഇൻസ്റ്റന്റേട്ടാ, ഭക്ഷണം കഴിച്ചോ? സുഖമല്ലേ? എന്താണ് പിന്നെ വിശേഷങ്ങള്? പാലക്കാട് വുമൺ. അങ്ങനെയൊന്നുമില്ല കേട്ടാ. ചൂടുണ്ടോ? ആ, നല്ല ചൂടൊക്കെ ഉണ്ട്. സുജിത്ത്. മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരില്ലേ? ഓ, തരുമല്ലോ. സുജിത്തേട്ടൻ കണ്ടില്ല ഞാന്. നാളെ 130 വന്നാൽ മതി നിലക്കുട്ടി. 130? അത് പറഞ്ഞ നാളെ 130. എന്താ പറയണ? ചന്ദ്രു. ഹായ്. അഹങ്കാരം കലുച്ച. ആഹാരം കഴിച്ച. കഴിച്ചു. ബാലൻ കഴിച്ചു കേട്ടോ. വിഘ്നേശ്വരൻ. മോസ്റ്റ് ക്യൂട്ട്. സുരേഷ് തന്നെ എന്ത് കാട്ടിയാലും നല്ല ചന്തമുണ്ട് കുട്ടി. ഓക്കെ. രമേശ് ഗുഡ് ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂൺ. മുഖത്ത് താടി കാണുന്നു. താടിയാ? താടി മീൻസ് എന്താ പറയണത്? എത്ര നേരമായി ഞാൻ കാത്തു നിൽപ്പ്. ഒന്ന് ഇങ്ങ് നോക്കും. എന്താ പാട്ടാണോ? എത്ര നേരമായി ഞാൻ കാത്തു നിൽപ്പു. ഒന്ന് ഇങ്ങ് നോക്കുമോ? തിങ്കളെ അരുത്. എന്താ വിനേശേട്ടാ, കവിതയാണോ? അജിത്ത്. സുന്ദരൻ. ഷൺമുഖൻ. സോണിയേട്ട. ഹായ്. രാജൻ. സജി. സുഖല്ലേ? സുഖമായിരിക്കുന്നു സജിയേട്ടാ. ഷഫ് ഗുഡ് ആഫ്റ്റർനൂൺ. വിഘ്നേശ്വരൻ. പ്ലീസ്. അന്നെ മൂവിയിൽ ബോറാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിർത്താം. ഇല്ല ഏട്ടാ, ഒക്കെ ഒരു വിളിപ്പേര് പോലെ. ബാലൻ ഒരു പാട്ട് പാടുന്നു. പാടേട്ടാ. അജിത്ത് ലുക്കിംഗ് ക്യൂട്ട്. താങ്ക് യു. വിഘ്നേശ്വരൻ. മുൻപേ വാ സോങ്. അല്ല, ആ പാട്ട് എനിക്ക് അറിയില്ല. ഏലുമലൈ. ഹായ് ഡാർലിംഗ്. എന്താ ഫോൺ നമ്പർ അയച്ചു തരുമോ?
രാജ് രാജ് രവീന്ദ്രൻ സുന്ദരാണ്, താങ്ക് യു. പിന്നെ സ്വാമി പ്രകാശ് സുഖമാണോ? അനിത സുഖമാണ്, സുഖമായിരിക്കുന്നു. മുടി സുഖമാണോ? സീറ്റിൽ നൈസായിട്ടുണ്ട്. മേൽമല സൂപ്പർ. കാർത്തികേയൻ ഹായ്, ഞാൻ പോവാണ്. എന്താ ശ്രീജിത്തേട്ടാ പോണത്? ഇരിക്കേട്ടാ, പോകരുത് കേട്ടോളെ, ഇരിക്കേ. സരവണൻ ഗുഡ് ആഫ്റ്റർനൂൺ ബേബി. ഹായ് സൂപ്പർ ബാലൻ, താങ്ക് യു. ഒരു മറുപടി ഇല്ല. ഞാൻ മറുപടി തന്നു ശ്രീജിത്തേട്ടാ. ഭക്ഷണമൊക്കെ കഴിച്ചു. എവിടെ നിന്നാണ് ശ്രീജിത്തേട്ടാ? വീട് എവിടെയാണ് ഏട്ടാ? പാലക്കാട് എവിടെയാ വീട്? കുട്ടേക്കാട് ഏട്ടാ. ദേവദാസ് ഹായ്, സുഖം തന്നെ ഏട്ടാ. ദേവദാസ് ഏട്ടാ സുഖാണ്. വേറെ വേലയേ ഇല്ലയ്യാ. വേലയെല്ലാം ഉണ്ട്. ഒരു മുഖത്ത് നിന്ന് സൗന്ദര്യം കൂടുതൽ. അതെ, എല്ലാവരും പറയുന്നു സുന്ദരിയാണെന്ന്. ശരിയാണോ? ശരിയാണ്. ആണോ ഏട്ടാ? ഓക്കെ ഏട്ടാ. ജയമോനേട്ടാ ഓക്കെ. ഞാൻ കുറെ നാള് കൊണ്ട് ഹായ് അയക്കുന്നു, തിരിച്ചൊരു ഹായ് പറയുന്നില്ല. അയ്യോ ബിജു ഏട്ടാ ഹായ്, സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? കുമാർ കിങ് 500. രൂപീഷ് ഗുഡ് ആഫ്റ്റർനൂൺ ജി. രാജൻ ഉറക്കം കഴിഞ്ഞ് മുഖം കഴുകിയില്ലേ? ഓ ഈ ആഴ്ചയിലെ പോയിന്റ് ഇട്ടിട്ടില്ല. ഞാൻ 3 സ്ഥാനത്തിലേക്ക് വന്നു. JP 7ാം സ്ഥാനത്തിലേക്ക് പോയി. അതെങ്ങനെ അറിയാൻ പറ്റും? എന്തത്? രവീന്ദ്രൻ വീഡിയോ ഒക്കെ സൂപ്പറാ. അതെങ്ങനെ അറിയാൻ കഴിയുന്നു? അതേട്ടാ വെറുതെ പറയില്ല അതും. ഓക്കെ ഏട്ടാ. സുഖമാണോ? വിശേഷമൊന്നുമില്ല. വിജയേട്ടൻ എവിടെ സ്ഥലം ഏട്ടാ? ബിജുവേട്ടാ കമൽ പിജേട്ടാ ഭക്ഷണമൊക്കെ കഴിച്ചോ? ബാലമുരുകൻ ഹായ് ഏട്ടാ. ഹായ്. ഇന്ന് കുളിച്ചോ? കുളിച്ചല്ലോ ഏട്ടാ. രാജീവേട്ടാ ചൂടത്ത് നമ്മൾ കുളിക്കാതിരുന്ന എങ്ങനെയാണ് പറയേ? സുരേഷ് കുമാർ ഞാനും കുറെ നാൾ കൊണ്ട് മെസ്സേജ് വിടുന്നു, എനിക്ക് ഒരു മറുപടി ഇല്ല, കിട്ടുന്നില്ല. എന്താണ് കാരണം? സുരേഷ് കുമാർ ഏട്ടാ അയ്യോ നമുക്ക് അറിയല്ലോ, മറന്നിട്ടില്ലല്ലോ. 4-5-6 മാസമായി സുരേഷ് ഏട്ടൻ ലൈവിൽ വന്നിട്ട് എന്ന് തോന്നുന്നു. നാരായണൻ സാപ്പിങ്ങളാ നാരായണൻ. ബാലമുരുകൻ സൂപ്പർ ഏട്ടാ. സ്ഥലം കൊല്ലം ജില്ല പത്തനാപുരം. ഓക്കെ ഏട്ടാ. വിജു ഏട്ടാ ഓക്കെ. കഴിച്ചു. അവതരണം അടിപൊളി, കൊഞ്ചലും പുഴയിലും മനോഹരം. കേട്ടാ. മണികണ്ഠൻ നിഹാസ് ചോറുണ്ട് ചോറക്കുണ്ട് ടൗണില്. സുഖല്ലേ? രഘുരാജ് ഗുഡ് ആഫ്റ്റർനൂൺ സ്വീറ്റ് ഡ്രീംസ് മൈ ലവ് സോ മച്ച്. ഭക്ഷണം കഴിച്ചോ? ഞാൻ ഇനിയും കഴിച്ചില്ല. അതെ സതീഷേട്ടാ. അയ്യോ. പെരുമാൾ ഹായ് ഡാർലിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ. കുട്ടി എന്താ വിശേഷം? നല്ല വിശേഷം അനിയേട്ടാ. നല്ല വിശേഷം, സുഖം, മനോഹരം. ഇയാളെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു വിജയേട്ടാ, താങ്ക് യു. സുഖായിരിക്കുന്നു. ഗുരുമൂർത്തിക്ക് സുഖാണോ? മലയാളം അല്ലേ? അനിക്കുട്ടി എന്നേക്കാൾ സുന്ദരിയാണല്ലോ ഇന്ന്. എന്നത്തേക്കാൾ സുന്ദരിയാണല്ലോ ഇന്ന്. അതല്ലേ എന്തോ അറിയില്ല കേട്ടാ. ചിലപ്പോൾ ഈ ചുരിദാറിന്റെ ആയിരിക്കും കേട്ടോ. ബ്ലാക്കും ഗോൾഡൻ കളറും കുറച്ച് നല്ല ഇതായിരിക്കും തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. കണ്ണിന് എന്താ പ്രോബ്ലം ഉണ്ടോ അല്ലേ? ചിലപ്പോ സത്യം കേട്ടോ, ചിലപ്പോ ഉണ്ടാവുമായിരിക്കാം. സാറിന്റെ വീട് പത്തനാപുരം എവിടെയാണ്? സാറിന്റെ വീട് പത്തനാപുരം എവിടെയാണ്? എവിടെയാ? തമിഴ്നാട് മാതിരി ഇருக்கு. തമിഴ് മാതിരി இருக்குதா? ഓക്കെ ഓക്കെ. ഈ ആഴ്ച പോയിന്റിൽ എനിക്കാണ് ഫസ്റ്റ്. അതെ. എനിക്ക് വേറെ എന്താ പണി? അനിതയുടെ പേജ് സെർച്ച് ചെയ്യുകയല്ലേ പണി. അങ്ങനെ കിട്ടും. അതിലിങ്ങനെ ഇട്ടിട്ടുണ്ടാവോ ഏട്ടാ? സെന്തിൽ കുമാർ ഹായ് അനി. ബ്ലാക്ക് ചുരിദാർ സൂപ്പർ ഇടാ. താങ്ക് യു അനി. ഗുഡ് ലുക്കിംഗ് ദാ അനിത ഡ്രസ് അടിപൊളിപ്പാ. താങ്ക് യു. ഗുരുമൂർത്തി തമിഴ്
ചന്ദ്രു വീഡിയോ കോൾ. സുഖമല്ലേ എല്ലാവർക്കും? ഇന്നലെ രാത്രി വന്നില്ല, ഉറങ്ങിപ്പോയി. പിന്നെ വരണം ഒരുപാട് സമയം വൈകി, അതുകൊണ്ടാണ് വന്നില്ല. ശരീരം നോക്കാതെ തലയൊന്നും ആട്ടാമോ? ശരീരം അനക്കാതെ തലയൊന്നും ആട്ടാമോ? വെള്ളിയാഴ്ച മാങ്കുച്ചാവ് ഒന്ന് അമ്പലത്തിൽ പാലങ്കാത്ത് മാങ്കുച്ചി. മുഖത്ത് എന്തോ ഒന്നും ഉണ്ടാവില്ല, എന്തോ ക്യൂട്ട്നെസ് ആണ്. ക്യൂട്ടിൻസ് ആണോ? കേശവൻ ഡ്രസ്സ് സൂപ്പർ ഡ്രസ്സ്, താങ്ക് യു. ഐ ലവ് യു അനിത. ആരാണ്? ജോൺസുദ്ദീൻ. കമ്മൽ സൂപ്പർ, ഓക്കെ. പിന്നെ ഹെൽത്ത് ഇമ്പോർട്ടൻസ്, സോ നോ പ്രോബ്ലം. അതെ പാണ്ഡെ സൂപ്പർ. സതീഷ് ഫേസ് സൂപ്പർ, താങ്ക് യു. ബാബു. സുരേഷ് കുമാർ. എന്താ ഏട്ടാ നോക്കി പഠിക്കുന്നേ? ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. ചില അബദ്ധങ്ങൾ പല വീഡിയോയിലും കാണുന്നുണ്ട്. ആണോ? എന്താ ഏട്ടാ എന്താ അബദ്ധം ചെയ്തത്? ഞാൻ ഭഗവാനെ, നമ്മളിങ്ങനെ ഇരുന്നിട്ട് ചെയ്യുന്നു, എന്താണ് അബദ്ധം ചെയ്തത്? ജോയ്മാൻ ഏട്ടാ ഒന്ന് പറഞ്ഞു തരൂ ഏട്ടാ, എനിക്കൊന്നും അറിയാൻ കഴിയില്ല. സതീഷ് തുറന്നു പറയണം കേട്ടോ ഏട്ടാ, എന്തുണ്ടെങ്കിലും കുറ്റം കുറവുകൾ ഒക്കെ പറയാനുള്ള അവകാശമുണ്ട്. രാജ് ഹാർഡ് ലഞ്ച് സപ്പിങ് രാജ്. എങ്ങനെ എത്തോ മധ്യാഹ്നമോ നമ്മ കാണാങ്ങള്? മധ്യാഹ്നം അറിയില്ലെങ്കിൽ എന്താച്ചിങ്ങ ലവ് ക്യൂട്ട്. പിന്നെ വെരി നൈസ് വോയിസ്, താങ്ക് യു. എന്താണ് കുറ്റം പറയും? സുന്ദരിയാണ്, താങ്ക് യു ഏട്ടാ, താങ്ക് യു. പിന്നെ സുന്ദരിയാണ്. അനിത ഭക്ഷണം കഴിച്ചു ഏട്ടാ? കഴിച്ചു. സുരേഷ് കുമാർ ഏട്ടാ കഴിച്ചു. സതീഷ് കണ്ണൻ ഹായ്. You are feeling good now? Are you feeling good now? ഇല്ല. എന്താ ഭക്ഷണം കഴിച്ചു? ഫീലിങ്സ് ഒന്നുമില്ല കേട്ടോ. വിനീഷ് ഏട്ടാ ഭക്ഷണം കഴിച്ചു ഏട്ടാ? ഏട്ടൻ കഴിച്ചു ഏട്ടാ? ഏലുമല ലുക്കിംഗ് സൂപ്പർ, താങ്ക് യു. മണി വണക്കം சொல்றீங்க. വണക്കം. സ്പെഷ്യൽ എന്തായിരുന്നു? സാമ്പാർ. സുരേഷ് ഏട്ടാ എന്താ വരാത്തത്? വരുന്നേ ഇല്ലല്ലോ. രാത്രി വരുമ്പോ വരുമല്ലോ. അല്ല ഇത് ഹോട്ട് ഇൻ മുംബൈ. ഓ ശരി. മെസ്സേജ് വരുമോ? പടം. സനിൽകുമാർ ഹായ്. അനി തമിഴ് സോങ് പാടുന്നു. സെൽവരാജ് ഹായ് മാം. പാടാട്ടോ. ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. പാലക്കാട് എവിടെയാണ് വീട്? പാലക്കാട് കൊട്ടേക്കാട് ഏട്ടാ. ഇന്നലെ എന്ത് പറ്റിയത്? ഒന്നില്ല ഏട്ടാ, ചാർജ് ഉണ്ടായിരുന്നില്ല ഫോണ്. ചാർജ് കുത്തിയിട്ടിട്ട് ഉറങ്ങി. എനിക്ക് കൃത്യം 9 മണിയാകുമ്പോൾ ഒരു ഉറക്കം വരുവേ. അതിൽ കടന്നു കഴിഞ്ഞ പിന്നെ ഉറങ്ങും. അതാണ് ഒരു പ്രശ്നം. സൂപ്പർ ബ്യൂട്ടിഫുൾ, താങ്ക് യു. ഫോൺ ശരിയായോ? ശരിയായി ഏട്ടാ, ഫോണ് ശരിയായി. പക്ഷെ കംപ്ലീറ്റ് ഡാമേജ് ആണ്. ഉള്ളിലും നന്നായി ഉടഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. സ്റ്റിക്കർ എടുത്താലേ കാണാൻ കഴിയുള്ളൂ. ഉള്ളിലും പൊട്ടിയിട്ടുണ്ട്. എങ്ങനെ ഇതൊക്കെ നീ ശരിയാവാനാ അറിയില്ല. സൺഡേ പരവായില്ല, മീഡിയം. ഓക്കെ. ഹായ് അനി, യു സ്റ്റിക്കർ ഫോട്ടോ നൈസ് പാ. താങ്ക് യു. സതീഷ് ഏട്ടാ, ഓക്കെ താങ്ക് യു ഏട്ടാ.
സുരേഷ് കുമാർ. എന്നിട്ട് എന്താണ് പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? எப்படி இருக்கிறீங்க எல்லாரும்? நல்லா இருக்கிறீங்களா? சாப்பிட்டீங்களா? என்ன பண்றீங்க? ഒരു കാര്യം ചോദിച്ചാൽ ബോക്സിൽ വന്ന് മറുപടി തരുമോ? ചോദിക്ക്. ഡിസ്ട്രിക്ട് ഇൻ മഹാരാഷ്ട്ര. ഞാൻ വിചാരിച്ചു ബെൽറ്റും ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെന്ന്. ഇല്ല ഏട്ടാ. ഹായ് ഗഫറേട്ടാ. ഹായ്. എന്താണ് അനുജേ, പനിയാണോ? ഇല്ല, ചോദിച്ചുകൊണ്ട് ചോദിച്ചതാണ്. ഇല്ല ഏട്ടാ വിജയേട്ടാ, ഇല്ല. അയക്കുന്നത് മറുപടി പറയുന്നില്ല. അയ്യോ, ചോദിച്ചതിന് മറുപടി ഞാൻ വേറെ ആയിരിക്കും കൊടുക്കും. അനൂപേട്ടാ പറഞ്ഞു, മറുപടി പറഞ്ഞു. പനിയൊന്നുമില്ല. എന്നാ വെച്ചുപ്പാ സൈലന്റാ ആകുതപ്പാ? ഇല്ലപ്പാ, ഇല്ല, നോ പ്രോബ്ലം. സുരേഷ് വെരി ബ്യൂട്ടിഫുൾ, ഫുൾ ഹാസ് ഗുഡ് ലുക്കിംഗ്. താങ്ക് യു. ബിനുവേട്ടാ സുഖമാണ്. ഹായ്, സുഖമാണ്. ഊണ് കഴിച്ചോ? നാട്ടിൽ എങ്ങനെയാണ് കാലാവസ്ഥ? ഭയങ്കര ചൂടാണ് ഏട്ടാ ഇവിടെ. ഞാനിപ്പോ ഇരിക്കുന്നത് കോയമ്പത്തൂരാണ്. ഇവിടെയും ഭയങ്കര ചൂടാ. ഇവിടെ നല്ല വിനീഷേട്ടാ എന്താ പറയുക, നല്ല കാണാൻ രസം. താങ്ക് യു ഏട്ടാ. സുഖമാണോ? സുരേഷ് ഏട്ടാ സുഖമായിരിക്കുന്നു. കുമാർ മണി ഹായ്. സുരേഷ് ബ്രോ ഹായ്. ഇൻബോക്സിൽ വന്നു തരണം. ഇൻബോക്സിൽ വന്നു തരണം. എന്ത് തരണം അറിയില്ലാരെ. കഴിഞ്ഞു. കുട്ടികളൊക്കെ ഉണ്ട്. 3 കുട്ടികളുണ്ട്. ദേ സൗണ്ട് ഉണ്ടാക്കാതടാ. കറുപ്പിന് ഏഴകുന്നു പറയുന്നേ. എനിക്ക് ഏറ്റവും ഇഷ്ടം കളർ കറുപ്പാണ്. ആണല്ലേ വിജയേട്ടാ? സജീവ് കുമാർ ഫോൺ നമ്പർ തരുമോ? ഫേസ്ബുക്ക് കണക്ക് തെറ്റുണ്ടെന്ന് തോന്നുന്നു. 1-ാം സ്ഥാനം മണിമാരൻ, 2-ാം സ്ഥാനം ശ്യാം, 3-ാം സ്ഥാനം രാധാകൃഷ്ണൻ, 4-ാം സ്ഥാനം ജെറിൻ തോമസ്, പിന്നെ 8-ാം സ്ഥാനം JP. ഇങ്ങനെയൊക്കെയാണ്. അയ്യോ അല്ലേ, എനിക്കറിയില്ല കേട്ടോ. അതിൽ വരുന്നു, ഞാൻ ഇടുന്നു, അത്ര തന്നെ. ഫേസ്ബുക്കിനോടൊന്ന് ചോദിക്കണം. മണി ബ്രോ എനിക്ക് ഏറ്റവും വായിച്ചു. പാലക്കാട് പോകുന്നില്ലേ? തീയതി ഉറപ്പിച്ചോ? ഇല്ല കേട്ടോ, പോണം കേട്ടോ, ഉടനെ തന്നെ പോണം. പിള്ളേർക്ക് കഴിക്കാനൊന്നും കൊടുത്തില്ലേ? ബഹളമാണല്ലോ. ബോള് കളിക്കുകയാണ്. ഡാ ബഹളം വെക്കാതെടാ. എല്ലാവർക്കും നോക്ക്, നിങ്ങളുടെ സൗണ്ട് കേട്ട് ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട്. അവൻ സത്യം പോടും. നീ അമിതിയായിരുന്നോ? അവനും ബസാമ എന്തൊരുമാണ്. സെന്തിൽ കുമാർ മറുപടി തരണം. പറയൂ, എന്ത് മറുപടി ചോദിക്കല്? ഇത് ചോദിക്ക്. ഞാനും എനിക്ക് എന്താ ഇൻബോക്സ് ഒന്നും ഞാൻ വരില്ല. എനിക്ക് അത് എന്താ ഇതൊന്നുമില്ല, മെസ്സഞ്ചർ ഒന്നും ഞാൻ ഇല്ല. വർക്ക് പண்றீங்க സുരേഷ് ബ്രോ മിസ്സിങ്. ഓക്കെ, നമ്പർ തരുമോ? ഗോവിന്ദരാജ് ഹായ്. എന്താ ചെല്ലക്കുട്ടി സാപ്പിട്ടീங்களா? സ്പെഷ്യല് മീൽസ് തന്നെ. അനുവിൻ്റെ ശബ്ദം സുന്ദരം. അനുവിന് ഇറ്റ്സ് ആർ ഡിസ്റ്റർബിങ്. സൗണ്ട് എന്താണ് മണി? എന്താ പറയണത്? മ്യൂട്ട് ഇട്ടിട്ട് 2 പൊട്ടിച്ചിട്ട് വരാം ഫ്രണ്ട്സ്. മാമൻ പുറത്താണോ? വീഡിയോ വീട്ടില് എല്ലാവർക്കും ചക്കര എന്തുള്ള വിശേഷം? അതെ സാജനേട്ടാ. മകളെ പാതി വളരെ നീ മനസ്സിൽ എന്നെ അറിയുന്നു. കനവും ചോദ്യവും ചിരിയിൽ വീണ്ടും ഉണരുന്നു. കവിതയാണ് കേട്ടാ. കവിത പോലെയുണ്ട്. ഇനി ഫോണ് വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ശരി ഏട്ടാ, അനുപോട്ടാ വിളിക്കാട്ടോ.
മണിക്കുട്ടൻ ഹായ് നിലക്കുട്ടി, ഇന്നും നല്ല ഭംഗിയുണ്ട്, എൻ്റെ ഹാർട്ട് നോക്കൂ. നന്നായിട്ടുണ്ട് മണിക്കുട്ടേട്ടാ, സൂപ്പർ, അടിപൊളി. കുമാർ എന്തൊക്കെ പറയുന്നു. ഗോവിന്ദരാജു, അന്നമ്മോ ഒരു ചെറിയ ഉന്മേഷക്കുറവുണ്ട്. ഉണ്ട് അല്ലേ? ഇല്ല കേട്ടോ, ടീച്ചറിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുക. യു ഹാവ് യൂട്യൂബ് ചാനൽ ആൾസോ? ഇല്ലപ്പാ, തിരിച്ച് ചാനൽ യൂസ് പண்றதில்ல. ഇയാളെ കാണാൻ സുന്ദരിയാണ്. സുന്ദരി പ്രണയിക്കാൻ തോന്നുന്നു. മക്കളെ എന്താ പറയുന്നത്? മക്കളെ അടിയെ പേടിയ അല്ലേ? അടിയെന്ന് പറഞ്ഞപ്പോൾ മക്കൾ വേണ്ടെന്ന് പറഞ്ഞു. ശിവട്ടാ പറഞ്ഞിട്ട് എന്നിട്ട് പേടിയൊന്നുമില്ലല്ലോ. ഫുഡ് കഴിച്ചു. സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരു പാട്ട് പാടാമോ? പാടാട്ടാ. സതീഷ് മണി, பசங்க எப்படிதான் இருப்பாங்க, நோ போரிங்ப்பா. രണ്ട് പാട്ടാണ്, കവിതയല്ല. ഇന്ന് പാടാനുള്ള മൂഡില്ല, മനസ്സിലായി. അതല്ലേ, സ്കൂൾ പോയില്ല മക്കളെ? ഇല്ല, പോയില്ല സുരേഷ് ചേട്ടാ. സ്കൂളില്ല എന്ന് പറഞ്ഞ എന്നെ പറ്റിച്ചു ഏട്ടാ മൂത്ത കുട്ടി. എന്നിട്ട് ഇപ്പോൾ ഒരേ ബോള് കളിയാട്ടാ. ക്ലാസ്സിൽ ടെസ്റ്റ് ഉണ്ട്, എന്നിട്ടും കണ്ട. ദശാര തമിഴ് മൂവി സോങ്, കീർത്തി സുരേഷ്. അതെ ഏട്ടാ, സാര ഏട്ടാ. തമിഴ് വായിക്കാനും എഴുതാനും പഠിച്ചോ? ഇല്ല ഏട്ടാ. ശിവട്ടാ, ഇല്ല ഏട്ടാ. നല്ല ശരി, താങ്ക് യു ഏട്ടാ. ശരി. സുരേഷ് ബ്രോ என்ன വർക്ക് பண்ணுறாங்க? പാലക്കാട് ലക്ഷ്മി ബാങ്ക് അറിയോ? അവിടെയുള്ള ഒരു പെൺകുട്ടി എന്നെ പറ്റിച്ച് 25,000 രൂപ കൊണ്ടുപോയി. അയ്യോ ബിനു ദാസേട്ടാ, ആരാണത്? ധനലക്ഷ്മി ബാങ്ക്, എൻ്റെ അമ്മയുടെ പേരാണ് ധനലക്ഷ്മി. 25,000 രൂപ പറ്റിച്ചുകൊണ്ടുപോയി, പാവം. ഐ ലൈക്ക് യു. ചോറുണ്ടോ? മോര് കറി, മത്തി ഫ്രൈ. നീ കഴിച്ചോ മുത്തേ? കഴിച്ചു ഏട്ടാ. ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു, കഴിച്ചു. സാമ്പാർ. മൂർത്തിമാരി സൂപ്പർ. മക്കള് പരീക്ഷയായില്ലേ? പരീക്ഷയായി. ടീച്ചർ വീട്ടിൽ പോയാൽ ഞാൻ അന്വേഷിച്ചതായി പറയുക. അവിടെ നിന്ന് വിളിക്കുക. ഓക്കെ ഏട്ടാ. ഇപ്പോ ആനുവൽ എക്സാം നടക്കുന്നത്. ഒരു നല്ല ലീവ് இருக்கலாம். നാളെ ലീവാ இருக்கலாம். ഓക്കെ. സുരേഷ് ഗഫൂരട്ട ഹായ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഒന്ന് പ്രേമിക്കാം നിന്നെ. ഓക്കെ. അനൂപ് ഏട്ടാ, എന്താ പാലക്കാട് പോകാറില്ല? ശിവോട്ട് പോകണം ഏട്ടാ, പോകണം. വിജയകുമാർ വണക്കം എന്നുണ്ട്, എന്തോ പറഞ്ഞു. മക്കള് വീട്ടിനകത്ത് ക്രിക്കറ്റ് കളിക്കുകയാണ്. അതേ ഏട്ടാ, അവിടെ ഉള്ള ധനലക്ഷ്മി ഞാനതേ അറിയും. എവിടെയുള്ള ധനലക്ഷ്മി? നാച്ചുറൽ ബ്യൂട്ടി. ധനലക്ഷ്മി ബാങ്കാണ് അവർ പറഞ്ഞത്. നമ്മൾ കോപ്പറേറ്റ് ബാങ്കിലാണല്ലോ ഇടപാടുകൾ. അതെ, നാച്ചുറൽ ബ്യൂട്ടി. അത് പറഞ്ഞാൽ സത്യമാണ്. ബ്യൂട്ടി ഉണ്ടോന്ന് പറയല്ല, നാച്ചുറലാണ്. സലാം ബിനീഷ്, യു ആർ ഡൂയിങ് ഗ്രേറ്റ് ജോബ് സീരിയസ്ലി. സുരേഷ് കുമാർ ഹായ് രാധേട്ട. ഹായ്. ഗഫൂരയുടെ ഭക്ഷണമൊക്കെ കഴിച്ചോ? സുഖമാണോ?
എന്തൊക്കെയുണ്ട് വിശേഷം? ആകെ സൂപ്പർ. ഓക്കെ, സുഖമല്ല എല്ലാവർക്കും? ആകെ ഒരു മൂഡ് ഓഫ് കിട്ടോളെ. സിംഗ് ആൻഡ് സോങ് ഇന്ന് ഞാൻ പാടിയതാണ്. വിഷ്ണു വിജയ് ഹായ്. ഹോസ്പിറ്റലിൽ വർക്ക് പാക്കറേ. ഓക്കെ, സൂപ്പർ. കഴിച്ചില്ല, ഇന്നിവിടെ നോമ്പാണ്. ഇന്ന് സോറി, നോമ്പിൻ്റെ കാര്യം മറന്നുപോയി. ഗഫൂർ ഭായ്, അവിടെ നോമ്പ് തുടങ്ങിയോ? ഇവിടെ നാളെ തുടങ്ങുകയാണ്. എന്താണ് പിന്നെ? തമിഴ് സോങ് പ്ലീസ് അനിത. ഇനി ഒരു മാസം നോമ്പ്. ബാങ്കിലായി അടയ്ക്കാൻ ഇപ്പോൾ എത്ര ക്യാഷ് കയ്യിലുണ്ടായത്? അന്ന് തന്ന ക്യാഷ് ഉണ്ട് കേട്ടോ കയ്യിൽ. വിഷ്ണു, ഒരു വിഷമം. എവിടെ വീട്? ഒരു വിഷമം എന്നാണോ എന്താ വെച്ചാൽ? ഒരു വിഷമം. വിഷ്ണു വീട് കൊട്ടേക്കടാണ് കേട്ടോ. സുന്ദരമൂർത്തി കമ്മിങ് ടു മൈ ലവ്. മിനിറ്റിന് മുമ്പ് മാറിക്കൊണ്ടിരിക്കും സാജൻ ചേട്ട. ബിനീഷ് കുമാർ. അതെ രാധേട്ടാ. പാലക്കാട് എവിടെയാണ് വീട്? എൻ്റെ ബന്ധുക്കൾ അങ്കിള് അട്ടപ്പാടി ഉണ്ട്. അട്ടപ്പാടി അല്ല ഏട്ടാ, പാലക്കാട് മലമ്പുഴ. ഇന്നും മനസ്സ് ശരിയില്ല അല്ലേ അനു? ഇല്ല ഏട്ടാ, കുഴപ്പമൊന്നുമില്ല ഏട്ടാ. പറയും ദീപൻ. എല്ലാവരും ഭംഗിയുണ്ട് എന്നാണല്ലേ പറയുന്നത്. പിന്നെന്താ? എന്താണ് ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്? മിണ്ടി കഴിഞ്ഞിട്ടോളേ. ഇന്ന് കിച്ചണില് ആണോ? അതെ ഷിജു ഏട്ടാ, മിണ്ടാതിരിക്കല്ലേ, മിണ്ടുക. നാണം വരുന്നു. രണ്ട് ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്കിപ്പോൾ റെസ്റ്റ് സമയമാണ്. റെസ്റ്റ് അടിക്കേട്ടാ. ചെല്ലോ ഐ ലവ് യു ഡാ. സുന്ദരമൂർത്തി. കുറച്ച് ക്യാഷ് കൂടി കിട്ടിയാൽ വനിത ഹാപ്പി ആകും. ബിനുദാസ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. ഹാർഡ് ഫുഡ് ടുഡേ വെജ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ബിനു ഏട്ടാ, അങ്ങനെ പോകുന്നു വിശേഷങ്ങൾ. ഭക്ഷണമൊക്കെ കഴിച്ചു. ചെറിയ കുട്ടി ഉറങ്ങുന്നു. 2 കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. ഇന്ന് ആരെയോ പിടിച്ചുകൊണ്ടിരുത്തിയത് പോലെയുണ്ട് ലൈവ്. ഇല്ല ഏട്ടാ, നോർമലായി இருக்கலாம்ப்பா. இன்னைக்கு ரொம்ப நிசப்தத்தை தான் இருக்குங்க. என்ன சொல்லுங்கப்பா? ഒന്നും ഇല്ല മണി, ഒന്നും ഇല്ല. അകത്ത് ബാബു സോ സൂപ്പർ. ചൂടുണ്ടോ? ഉണ്ട് കേട്ടോ, പുറത്ത് നല്ല ചൂടാ. ഹരിദാസ് സുരേഷ്. നോ സോങ് ടുഡേ വൈ? പാട്ടേ വരമാട്ടിങ്ങനാണ്. മനസ്സിന് ഒരു സുഖമില്ല. മനസ്സിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? അന്നമ്മോ നുണ പറയുന്നുണ്ട്. ഇന്നലെ എന്താ ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നതാവോ? എന്നാലും എൻ്റെ മനസ്സ് പറയുന്നു എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നു. എന്താ ഇന്നത്തെ സ്പെഷ്യല്? സാമ്പാർ. വിജയൻ വോയിസ്. സോ വെരി നൈസ് ശരത് ബാബു. ഓക്കെ, താങ്ക് യു കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ?
ചോറൊക്കെ കഴിച്ചാ? എന്താണ് സ്പെഷ്യൽ? എന്താണ് പറയും? യുവർ ഫേവറേറ്റ് ഫുഡ് വെജായിരുന്നോ? വെജ് വിജയ് കേരള ഊര് പാലക്കാട്. வாங்க சாப்பிடலாம். நீங்கள் சாப்பிடுங்க, நாங்கள் சாப்பிட்டீங்க. சிவன் நான் சாப்பிட்டீங்க, நீங்கள் சாப்பிடுங்க. ശരത് ബാബു വെരി ഗുഡ്. എന്തോ ടെൻഷൻ ഉണ്ടല്ലോ മുഖത്ത് കാണാം. ഇല്ല ഏട്ടാ ഷിജു ഏട്ടാ, ഇല്ല ശിവേട്ടാ, ഞാൻ ഡ്യൂട്ടിയിലാണ്, വൈകുന്നേരം കാണാം. ഓക്കെ ശിവേട്ടാ, ടാറ്റ. ഹാപ്പി വിജയൻ സാപ്പിട്ടീங்களா? ഫിഷ് കറിയോ? ചൈനീസ് ഫുഡോ? ശരി സൂപ്പർ. സുരേഷ് കേശവൻ ഹാർട്ട് അയക്കുന്നു. സുരേഷ് ഏട്ടാ. അജയ് കുമാർ ഹായ്. വിജയ ഈറോഡ് വരുവീங்களா? ഈറോഡ് ആ പറയുക ഒരു നാൾ പറയുക. എന്താണ് ഗഫൂരേട്ടൻ കരയുന്നത്? സോ ബ്യൂട്ടിഫുൾ. ശരത് ബാബു കൊച്ചി വി ഹാഡ് ഡിസ്ട്രിക്ട് ഫുഡ്. ഇവിടെ സ്പെഷ്യൽ ഉണക്ക മീൻ, ചമ്മന്തി, കഞ്ഞി. ചോദിക്കുന്ന വിഷമത്തിലേട്ടാ ശരിയായ മറുപടി തരില്ല രാധേട്ടാ. ചോദിക്കുന്ന വിഷയത്തിൽ അധികം ശരിയായ മറുപടി തരില്ല. എങ്ങനെയൊന്നുമില്ല ഏട്ടാ. അനന്തയ്ക്ക് സുഖം ഇല്ലെങ്കിൽ എന്താണ് അത് മനസ്സിലാക്കും ഫസ്റ്റ്. ഫ്രണ്ട്സിന് സുഖമല്ലായിരിക്കുന്നു. ആ ശരി ഓക്കെ, ഞാനും ആണ്. RS രാജ് ഹായ് സിസ്റ്റർ. സുഖമാണ്, സുഖമായിരിക്കുന്നു കേട്ടാ. സോ ഗ്രേറ്റ്. വിജയ ടുഡേ സമ ക്യൂട്ടായിരിക്കും. ചിരി വരുന്നുണ്ട് എനിക്ക്. കമലേട്ട 1 വർഷത്തിൽ കൂടുതലായി കാണുന്നു. മുഖത്തെ മാറ്റം മനസ്സിലാക്കാൻ പറ്റും. അതല്ലേ എന്തത് ഇല്ലേ? വല്ലാത്തൊരു കാര്യം. കുഴപ്പമില്ല ഏട്ടാ, ഒന്നുമില്ല. എന്ത് ചെയ്യണം? ലീല ഹോട്ടൽ ഇഡോ ഇസ് ഫേമസ് ഇൻ പുവർ എന്തോന്നു. രാജ് പ്ലീസ് രാജ്. എബ്രഹാം KV ഗുഡ് ആഫ്റ്റർനൂൺ. എന്തോ ആണ്, എന്തോ ആയിക്കോട്ടെ. എബ്രഹാം ഏട്ടൻ ഗുഡ് ആഫ്റ്റർനൂൺ. സെന്തിൽ കുമാർ നീ കിച്ചണിൽ ലൈവ് பண்றீங்களா மேம்? ஆமாங்க, നമ്മൾ ഇതിൽ தான் இங்கே தானே നമ്മൾ எப்பவுமே மேக்ஸிமம் ஒரு എല്ലാ ടൈമും ഇங்கே தான். കമ്മൽ ഏട്ടാ ഇന്ന് പെയിന്റ് ചെയ്തില്ല. അതാ പെയിന്റ് മനസ്സിലായില്ല. എന്ത് പെയിന്റ്? ഞാൻ എപ്പോഴും പെയിന്റ് ചെയ്യാറില്ല കേട്ടാ. അത് ഇവിടെ ഇല്ല. പെയിന്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. കുറേ കമ്മലുകൾ ഉണ്ടാകും, പൊട്ടുണ്ടാകും, ഇത്രയുണ്ട്. വേറെ സംഭവങ്ങളൊന്നും ഇല്ല അവിടെ. അല്ല വാങ്ങിച്ച് തന്നാൽ വേണമെങ്കിൽ ചെയ്യാം. കാശില്ല വാങ്ങാനൊന്നും. ഐലിനിയർ വാങ്ങാനൊക്കെ നല്ലത് വാങ്ങണമെങ്കിൽ 600 രൂപ കൊടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച കുറവാകും അത്ര. പിന്നെ പുരുക ചെയ്യണമെങ്കിൽ മാസം 50-60 രൂപ വേണം. പിന്നെ പെയിന്റ് പുട്ടിയൊക്കെ വേണമെങ്കിൽ ഫൗണ്ടേഷൻ വാങ്ങണം, കാശ്. നല്ല സാധനം കാശാ. എൻ്റെ വീട് തിരുവനന്തപുരം കൊട്ടേക്കാടാണ്, അറിയോ? അതാ തിരുവനന്തപുരത്ത് കൊട്ടേക്കാടുണ്ട്. കാട്ടാക്കട. സോറി ഏട്ടാ വായിച്ചത് തെറ്റിപ്പോയി. പിന്നെ ഏട്ടാ കാട്ടാക്കട കേട്ടിട്ടുണ്ട്, പക്ഷേ അറിയില്ല കേട്ടോ. സെന്തിൽ കുമാർ അനീസ് താങ്ക് യു സെന്തിൽ കുമാർ.
ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടാ വന്നത്. മൂർത്തി ഹായ് ഡിയർ. ഹായ് ഹായ്. ഹണി യു ഐ സോ ബ്യൂട്ടിഫുൾ ഡാ. താങ്ക് യു. സ്മൈൽ സൂപ്പർ. താങ്ക് യു. കൃഷ്ണ സൂപ്പർ ക്യൂട്ട്. ടീച്ചറിൻ്റെ വീട്ടിൽ പോയാലോ? പോകാൻ പറയുന്നവര് കൈപോക്കുക എന്തോ പോലെ. ഇവിടെ ഇരുന്ന സുഖമില്ലാത്ത പോലെ. കുട്ടികൾ കളിക്കട്ടെ, അവരെ ഉറങ്ങുവരും, കുറച്ചു നേരം ഉറങ്ങുക. മെല്ലെ പോയാലോ? ഫ്രണ്ട്സ് പറയും പോണ വേണ്ടേ? വെയിലൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ കുടയൊന്നും പിടിക്കുന്നില്ല. എല്ലാം വാങ്ങാം, സമാധാനമായി സന്തോഷമായി ഇരിക്കണം, അത്രേ ഉള്ളൂ. എല്ലാം വാങ്ങാം. അതൊന്നും വേണ്ട കേട്ടോളൂ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. എനിക്ക് അതൊന്നും യൂസ് ചെയ്യാനും വയ്യ. അതൊന്നും എനിക്ക് യൂസ് ചെയ്യാനും അറിയൂല്ല. ഈ ഐലൈനറൊന്നും എഴുതാൻ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഒന്നും കറക്റ്റായിട്ട് എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ആക്കി എഴുത്തത് കാണാം. അതുപോലെ ഒന്നും എഴുതാൻ അറിയില്ല. കൺമഷി ഇട്ടവിടെയൊക്കെ പരക്കും. മൂർത്തി ഹായ് ഡിയർ. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം അമ്മയോട് പറഞ്ഞ് ആലോചിക്കുക. കടങ്ങളൊക്കെ നമുക്ക് വീട്ടാം. എന്തിനിങ്ങനെ ടെൻഷൻ എടുക്കുന്നത്? Looking nice. Singing and dance also. കുനിയൻ മുത്തോട് അയ്യപ്പ അറിയാമോ? ഇല്ല, കണ്ടിട്ടില്ല. കുനിയമുത്തൂര് എവിടെയായിട്ട് വരും? കറക്റ്റായിട്ട് സ്ഥലം പറയും. കുനിയമുത്തൂര് നേച്ചുള്ള അളവ് നല്ലതായിരിക്കുക. അതിനാൽ മേക്കപ്പ് വേണം. മേക്കപ്പ് വേണമെന്നാ മണി? മേക്കപ്പ് വേണമെന്നാ പറയണത്? വേണ്ടെന്നോ വേണമെന്നോ? എഴുത്തിന കുമാർ ഹലോ ഗുഡ് ഈവനിങ്. മേക്കപ്പ് ചെയ്യണം വേണ്ട കേട്ടോ. അതിന് ആരാ വീട് വിൽക്കുന്ന കാര്യം പറയുന്നത്? സ്കിൻ കെയർ പ്രൊട്ടക്ട്. ഞാനോ എവിടെയൊക്കെ നമ്മളെന്ത് ചെയ്ത് മുഖം കുളിക്കുമ്പോൾ സോപ്പിട്ട് കഴുകാന്നല്ലാതെ, പിന്നെ വേർക്കുമ്പോൾ മുഖം കഴുകുന്നല്ലാതെ വേറെ പരിപാടികളൊന്നും ഇല്ല. ആദ്യമൊക്കെ എന്തോ കറ്റാർ വഴിയൊക്കെ യൂസ് ചെയ്തു. ഇപ്പോൾ കറ്റാർ വഴിയും തേക്കുന്നില്ല. തലയിൽ എന്തൊക്കെയോ തേച്ചിരുന്നു ഉള്ളിനീര്. ഇപ്പൊ അതും തേക്കുന്നില്ല. ഈ ഉള്ളിനീരിന്റെ ഇതിലാണ് തോന്നുന്നു മുടി മുടി പോവല്ല, മുടി വന്നിട്ട് അതിന്റെ ഒരു സ്ഥിതിയിൽ നിൽക്കണം. വേണ്ട. ഇന്ന് കൊള്ളാം. ഓക്കെ. അറിയോ? വീട് തിരുവനന്തപുരം കാട്ടക്കര. അറിയോ? ഇല്ല കേട്ടോ, അറിയില്ല. മേക്കപ്പ് വേണ്ടാപ്പാ. ഓക്കെ. എന്നാൽ ടീച്ചറെ വീട്ടിൽ പോകാൻ നമ്മ കുറച്ച് ഉഷാറ് കിട്ടിട്ട് അതന്നെ പോകാല്ലേ? കുട പിടിക്കുന്നു. കുടയൊന്നും വേണ്ട, അത്ര വെയിൽ കൊണ്ടപ്പോൾ എന്താ കുഴപ്പം അല്ലേ? ടെൻഷനാണ് രാധാട്ട്. എന്തിനാണ് അറിയില്ല, ഒരു പ്രയോജനമില്ല, വെറുതെ ടെൻഷനാണ്. യു ലൈക്ക് സാരി ഓർ ഡ്രസ്? എനിക്ക് സാരി ഇഷ്ടമാണ്. സാരി ഇഷ്ടമാണ്. ചുരിദാർ കാട്ടിയും ഇപ്പോഴാണ് സാരി ഇഷ്ടമാകാൻ തുടങ്ങിയത്. കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട്. അതിനുള്ളൊക്കെ ചുരിദാർ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ സാരീസൊക്കെ പർച്ചേസിങ് ചെയ്ത് സ്റ്റിച്ച് பண்ணி போட்டிங்க. ஒரு 6 சாரி வேணும். 6 சாரி இருக்கு. ஹேர் ஆயில் யூஸ் பண்ணப்பா இருக்கு. வரதுக்கு ஹேர் ஆயில் யூஸ் பண்ண அப்படிங்களா? என்ன ஹேர்? நான் இங்கே காய்ச்சி எண்ணெய் இருக்கு இல்லைங்களா, அதான் யூஸ் பண்ணுறேன். காய்ச்சி எண்ணெய்ன்னு പറഞ്ഞാൽ புரியுங்களா உங்களுக்கு? ലൈവ് ടുഡേ അതിന് ഇംഗ്ലീഷിൽ വെച്ചാൽ അതിന് തമിഴിൽ എന്താ പറയാന്നറിയില്ല.
സാജനേട്ടൻ പോയോ? പോയിട്ടൊന്നും ഉണ്ടാവില്ല. സാജനേട്ടൻ അങ്ങനെ പോവില്ല. സാജനേട്ട പോയേട്ടാ? അടുക്കളയിലാണ് ലൈവ്. അതെ വിനു ദാസായിട്ടാ. അതെ. കേരള ഈസ് ഫേമസ് ഫോർ ഹെർബൽ പ്രോഡക്ട്സ്. ഐ ലൈക്ക് ദിസ്. ആണോ? ഹെർബൽ. കാട്ടാക്കട തിരുവനന്തപുരം ഡിസ്ട്രിക്ട് അനിത. അല്ലേ? പോയില്ല. ഇവിടെയുണ്ട്. പാലക്കാട് എവിടെയാണ് വീട്? പാലക്കാട് ഇതിലെ കൊട്ടേക്കാട് കേട്ടോ. ഞാനിതിലിനി എഴുതി വെക്കണം. എൻ്റെ വീട് പാലക്കാടാണ്. പാലക്കാടെന്ന് അറിയും. എവിടെയാണ് പാലക്കാട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കൊട്ടേക്കാടെന്ന് എഴുതി വെക്കണം. ലൈവസ് യൂസ് നൈസാ. ഞാൻ ഇവിടെയുണ്ട്. ഓക്കെ, വണക്കം. എന്താണ് മിണ്ടുന്നില്ല? സാജനേട്ടാ, രാജിനെ കൊണ്ട് മിണ്ടി. സാജനേട്ടാ എന്തൊക്കെയോ ചോദിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു ഇംഗ്ലീഷിൽ. എനിക്കൊന്നും മനസ്സിലാവുള്ളൂ. ഒക്കെ പറഞ്ഞു തരാട്ടാ. ശിവം ലവ് യു മേരി ജാനിമെന്ന് എന്തു പറയുന്നു അറിയില്ല. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്ന് പിണങ്ങാതെ എന്റെ കൂടെ പോലും. ഒന്നിനും കറക്റ്റായി മറുപടി ഇല്ല. അതാണ് പ്രോബ്ലം. എന്ത് ചെയ്യാൻ പറ്റും സാഹചര്യമായിട്ടാ? എൻ്റെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ കഴിയുന്നില്ല. അതാണ് സത്യം. ഇൻ മൈ അയ്യപ്പ ടെമ്പിൾ ഈസ് ദ. നമസ്കാരം സുബ്രഹ്മണ്യൻ. നമസ്കാരം രവി. ഐ ലവ് യു. ഞാനും അനിത. ആളാക്ക് ക്രിക്കറ്റ് പിടിക്കുമ്പ உங்களுக்கு அனிதா, உங்களுக்கு கிரிக்கெட்டு பிடிக்குமாப்பா? பிடிக்குங்க. ஹாய் டார்லிங். സദാശിവം. ഹായ് സദാശിവം. ശ്രീലങ്ക. ടെൻഷനിലിരിക്കുമ്പോൾ എന്ത് കോമഡി പറയാണ്? കോമഡി പറയ്, ചിരിക്കട്ടെ. പ്രയത്തിന്റെ പാട്ട് വരുന്നു. ഉച്ചക്കലത്തെ പ്രേതം. ക്രിക്കറ്റ് പ്ലെയർ யாரு பிடிக்கும்? എനിക്കാ அப்படின்னு கேட்டா விராட் கோலி பிடிக்கும், சச்சினை பிடிக்கும். அப்புறம் തൊപ്പി ഇങ്ങനെ ഇട്ടിട്ട് എന്താ പേര്? സിംഗ്. ഹർബത് സിംഗ് എന്തോ പറയില്ല. அவங்கள பிடிக்கும், ரொம்ப பிடிக்கும். அவர் இல்லை, அதில் ரிட்டையர்மெண்ட் ஆயிடுச்சோன்னு தெரியல. அப்புறம் வேற விராட் கோலியை பிடிக்கும். ഹർഭജൻ സിംഗ് അവന് പിടിക്കും. മുരുകാനന്ദൻ കണ്ടിരിക്കാൻ കൊതി. ഷിപ്പേട്ട. വേറെ ഒരാളെയും കൂടി പിടിക്കും. ശ്രീശാന്ത്. ഇവിടുത്തെ തിരുവനന്തപുരത്തുള്ളവർ. അവന് ഇഷ്ടം. അപ്പം അവരൊന്നും ഇല്ല, എന്നാലും പിടിക്കും. കോമഡി ഇഷ്ടമാണ്. ഇഷ്ടമാണ്. MS ധോണി എനിക്ക് പിടിക്കുമ്പ. ധോണി അവരും മറന്നിട്ടെ പിടിക്കും. കൂടുതൽ ഇഷ്ടം എനിക്ക് விராட் கோலி பிடிக்கும். சரிங்களா? கூடுதல் ரொம்ப பிடிக்கிறது விராட் கோலிங்க. சரிங்களா? தப்பா எடுத்துக்காதீங்க. ஐயோ, என்னன்னு தெரியல. அவங்கள நான் ஃபாலோ பண்ணியிருக்கிறேங்க. அவங்களோட ஃபேஸ்புக்கு പേജ്. ശ്രീശാന്തിന് നമുക്ക് തീരെ പിടിക്കില്ല. അതെന്താ?
എന്താ ഏട്ടാ പിടിക്കില്ല പറയുന്നത്? അജയനാക് റക്ഷ്മ നയാർ മുംബൈ. ഗുഡ് ഈവനിങ് മാഡം. എല്ലാവരെയും പിടിക്കും, മാസങ്ങളും മറ്റും പിടിക്കാതെ ആരെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? എനിക്ക് വയ്യ, ഒന്നും തോന്നിയിട്ടില്ല. വീഡിയോ കേട്ടാ ഒന്നും തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. സ്നേഹമുണ്ട്, പക്ഷെ സ്നേഹം തോന്നിയിട്ടുണ്ട്. എന്താ പറയാ, സ്നേഹം എന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെ നല്ല ഇതായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല, എന്നെ നല്ല ഭംഗിയുണ്ട് അങ്ങനെയൊക്കെ പറയുന്നതല്ല. അതിൽ വേറൊരു കാര്യമുണ്ട്. ഒരു എന്താ പറയാ, സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു പരിഗണന, ഒരു നല്ല ഒരു ഇതൊക്കെ പറയുമ്പോൾ ഇഷ്ടം. തമിഴ് പറയാൻ അറിയാം അല്ലേ? വായിക്കാൻ അറിയില്ല അല്ലേ? അറിയില്ല ഏട്ടാ. അതെ, അനിത അടിപൊളിയായി. ഉണ്ണികൃഷ്ണൻ ഏട്ടാ, ഏട്ടൻ്റെ പ്രൊഫൈൽ ഫോട്ടോ മാറ്റിയെന്നാ തോന്നുന്നു അല്ലേ? എനിക്കറിയാം പേര്. ശരി, ഓക്കെ. എനിക്ക് പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് എല്ലാവരെയും ഒന്ന് നോട്ട് ചെയ്തിട്ട് ഇരിക്കുന്നത്. മാറ്റുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ മറവി സംഭവിക്കാനുണ്ട്. ഇനി എന്താ വീര love me. I meet Sachin Tendulkar at CIC Park. സുരേഷ് നീഞ്ഞ റൂമ റാം അല്ല മുരുകാനന്ദ പാലക്കാട്. ലവ്ലിയോ പാലക്കാട് ആണോ മുത്ത്? ഓക്കെ ഓക്കെ. തമിഴ് മൂവി காமெடி ஆக்டர் யாரை பிடிக்கும்? മൂവിയില്ല. മേലെ പോയാ രാത്രി കാണാം. ഓക്കെ കമൽപ്പിച്ചേട്ടാ. யாரை பிடிக்குங்க தமிழ் மூவியில்? யோசிச்சு சொல்லட்டுங்களா? ரொம்ப பிடிச்சது എവിടെ എവിടെ രാധേട്ടനെ കാണുന്നില്ല. എന്നും ലൈവിൽ വരുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചാൽ മതി. എൻ്റെ വീട് കൊട്ടേക്കാരാണ്, പാലക്കാട് ജില്ലയാണ്. പിന്നെ എപ്പോഴും പറയേണ്ടിയില്ല. അതെ, അല്ല അറിയാത്തവരെ കൊണ്ട് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. രാത്രി കാണാം. ഓക്കെ കമ്മിപ്പിച്ചേട്ട ടാറ്റ. മെസ്സേജ് പിടിക്കുമോ? മെസ്സേജിന് പിടിക്കുമോ? അനിത സുഖമാണോ? സുഖമായിരിക്കുന്നു ഏട്ടാ. ഐഡിയർ ഇന്ന് താമസിച്ചു പോയോ? കഴിച്ചോ? കഴിച്ചു പോക്കില്ലേട്ടാ. ഏട്ടൻ കഴിച്ചോ? റീൽസിലൊക്കെ എനിക്ക് ലൈക്കും കമൻ്റൊക്കെ ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു ഏട്ടാ. യുവർ വിസിറ്റഡ് തൃശ്ശൂർ ഗുരുവായൂർ ടെമ്പിൾ. മുനിരാജ് ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. സാപ്പിങ് വാങ്ക രാജ് ഗുരുവായൂർ. വെൽക്കം ടു കേരള. വെൽക്കം. മേലെ പോയി മെസ്സേജ് പിടിക്കാം രാധേട്ടാ. പിടിച്ചു. എന്താ ചെയ്യാ? അറിയില്ല. എന്താ ചെന്നൈ அது வந்தால் சொல்லுங்கப்பா. சென்னை ஏதோ வந்தால் சொல்லுங்க. சென்னைக்கு சரிங்க, வந்தால் சொல்கிறேங்க. ചിലപ്പോൾ ഇനി ഞാൻ
എൻ്റെ ചെറിയ കുട്ടികളതുകൊണ്ട് ഇല്ലെങ്കിപ്പോ എല്ലാ സ്ഥലവും ഒന്ന് കണ്ടേനെ. അവനെ നോക്കാൻ ആളില്ലല്ലോ. പിള്ളേരെ കളരി കരാട്ടെ പഠിക്കണം. കളരി കരാട്ടെ പഠിപ്പിക്കണം. കാരണം ഇന്നത്തെ ലോകം അറിയാലോ, ഒത്തിരി വാർത്തകൾ അറിയാലോ. അതല്ലേ പഠിപ്പിക്കട്ടെ. കുറച്ച് ദിവസമായി എനിക്ക് കുട്ടിയെ കണ്ടിട്ട്. ആണോ? ബിന്നിലായിട്ട് കുറച്ച് തിരക്കായിരുന്നു അല്ലേ? ശരി, എന്തൊക്കെയുണ്ട് വിശേഷം കേട്ടോ? എന്നാച്ചുപ്പാ இன்னைக்கு ரொம்ப സൈലന്റ്. അതാ ഇല്ല മണി തോന്നുന്നതാ. ജിസ് ബ്ലാക്ക് ടീ ടൈം വിത്ത് ജിഞ്ചർ. ബ്ലാക്ക് ടീ ரொம்ப പിടിക്കും. തിരക്കായിരുന്നു, സോറി മോളെ. കേട്ടാ വിനിൽകുമാറേട്ടാ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അല്ലേ? സമയം എത്ര? 4 മണിയാവാനായാ? പോവാലോ. എനിക്ക് ലെമൺ ടീ ഇതാണ് പിടിക്കും. അതല്ലേ ലെമൺ ടീ. ഓക്കെ ഓക്കെ. പക്ഷെ ഇപ്പൊ സമയമല്ലേ, ഇനിയിപ്പോ എങ്ങനെയാ പോവാ? എത്ര സമയം ഞാൻ വന്നിട്ട്? ഡേ സൗണ്ട് ഉണ്ടാക്കണ്ടല്ലോ. അന്ന് ഈ ലൈവ് കഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കാൻ പറ്റുമോ? കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. വിളിക്കേട്ടാ, വിളിക്കാം. ആരും ചിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞപ്പോ. പെരിയസ്വാമി ഗുഡ് സൂപ്പർ. സരവണൻ ഹായ്. പൂവൊക്കെ തുറന്നുണ്ട്. സമയം 3:25 അല്ലേ? എത്ര മണിക്കാണ് വന്നത്? ഞാൻ 2:30 വന്നത് അല്ലേ? 2, 3:30. 1 മണിക്കൂറായില്ല. അപ്പോൾ 56 മിനിറ്റ് ആയിരിക്കില്ലേ? 57. ഇനിയിപ്പോൾ ട്യൂഷൻ ടീച്ചറിൻ്റെ വീട്ടിൽ പോയാൽ 5 മിനിറ്റ് എടുക്കും. പിന്നെ അവിടെ എത്തുമ്പോൾ ഒരുപാട് സമയമാണ്. നാളെ നോക്കാല്ലേ. ഗുഡ് ഈവനിങ് സിസ്റ്റർ, ഹൗ ആർ യു? ഫൈൻ. എവിടെ ഒന്നും വേറെ JP ഏട്ടനെ കാണുന്നില്ല. എന്താണ് JP ഏട്ടനെ കാണുന്നില്ല. നമ്മുടെ ജയേട്ടനെ കാണുന്നില്ല. പിന്നെ ആരാണ്? സുരേഷ് ഏട്ടൻ വന്നു. കുറേ ഫ്രണ്ട്സ്മാരെ കാണുന്നില്ല. രാധേട്ടനുണ്ട്, ഗഫൂറേട്ടനുണ്ട്. എവിടെയെങ്കിലും പോകാനാണോ? എവിടെയും പോകുന്നില്ല. ഞാനതല്ല, ടീച്ചറിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലൈവിൽ പോകാമെന്ന് വിചാരിച്ച സമയമായി. ഇനി പോയാലും നടക്കില്ല. എനിക്ക് ഇന്ന് മുതൽ നൈറ്റ് ജോലി, കുറേ സമയമുണ്ട്. ഉറങ്ങട്ടെ. ശരി, പോയി ഉറങ്ങാട്ടോ. എല്ലാവരും ഉണ്ടോ അവിടെ? ഒരു ഒറ്റപ്പാട്. ക്രിക്കറ്റ് കളിക്കുന്നു കേട്ടോ. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. ബാലം മുഴുവൻ വീടൊക്കെ നാശമാക്കും. യു ഗിവിങ് എന്താണ് ടോപ്പിക്? എന്താന്ന് പറഞ്ഞ എനിക്ക് അറിയില്ല. ഞാൻ വായിച്ചിന് വേറെ എന്തെങ്കിലും ആയാലും ശരിയാവില്ല. സാഹചര്യം ഒന്ന് പഠിപ്പിച്ച് ശരിയായിട്ട പ്ലീസ്. എൻ്റെ ബാലത്തെ കാപ്പാത്തില്ലേ പറയേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം ഏട്ടാ. ഷിനോ ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചോ? ചൂടൊക്കെ എങ്ങനെയുണ്ട്? നല്ല ചൂടാണല്ലേ. വാട്ടർമിലൻ കഴിക്കിട്ടോളേ എല്ലാരും. ഇതല്ല പ്രൊമോട്ടല്ലായിട്ടുള്ളേ.
വാട്ടർ മെലൺ കഴിക്കും. നല്ല ഒരു ഇതുണ്ട്, ആ വെള്ളത്തിന് ഒരു ദാഹം കുറഞ്ഞു കിട്ടുന്നുണ്ട്, ചൂടും കുറഞ്ഞു കിട്ടുന്നുണ്ട് വാട്ടർ മെലൺ. അല്ലെങ്കിൽ ലൈവ് കഴിഞ്ഞിട്ട് പോകാം. അതെ. പരശുരാമൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ശരവണകുമാർ, ഇവിടെ നല്ല ചൂടില്ലാതെ കേട്ടോ, നല്ല ചൂടാ, ചൂടത്ത് അല്ലാത്ത ചൂട് എന്നാലും ഷോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂട്. എന്താ ബൈക്ക് ഓട്ടണം? എന്തൊക്കെയാണ്? ജ്യൂസ് പിടിക്കും, എനിക്ക് വാട്ടർ മെലൺ പിടിക്കും. വരുമ്പോൾ കാണാൻ പറ്റുമോ? ഫോണ് വിളിക്കുവാണിതാ. ഓക്കെ ഏട്ടാ, അവർ കളിക്കട്ടെ, കുട്ടികളല്ലേ. അതെ ഏട്ടാ. ജെറിനെ മറന്നോ? ജെറിന് ഇന്നലെ സിനിമ കാണാൻ പോയിരുന്നു. അതെല്ലേ, മറന്നില്ല ഏട്ടാ. അവര് മിലിഞ്ഞാതെ പറഞ്ഞല്ലോ സിനിമയ്ക്ക് പോകുന്നത്. പിന്നെ ഇന്ന് വർക്കിനൊക്കെ പോയിട്ടുണ്ടാവില്ലേ. കുട്ടികളുടെ സ്കൂൾ പരീക്ഷ കഴിഞ്ഞോ? ഇല്ല ദിനുവേട്ടാ, കഴിഞ്ഞിട്ടില്ല. തുടങ്ങിയിട്ടുമില്ല. ക്ലാസ് ടെസ്റ്റ് ഇന്ന് പോയിട്ടില്ല. പനിയെന്ന് പറഞ്ഞു, കള്ളത്തരം പറഞ്ഞു. രാവിലെ വെച്ചിട്ട് ഞാൻ പോണില്ല പറഞ്ഞ്. പിന്നെ ടീച്ചറിന്റെ വീട്ടിൽ എന്നും പോകുന്നത് ശരിയല്ല. ഈ വെയിലത്ത് കറുത്തു പോകും. പണ്ടേ കറുത്തത് ആണ്, ഒന്നും കൂടി കറുക്കും. അതെ, ഞാൻ വെളുത്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ വീഡിയോയില്. ഞാൻ കറുത്തിട്ടാണ്. ഇതന്നെയാണ് എൻ്റെ നിറം. പക്ഷെ ഞാൻ ഫിൽറ്ററൊന്നും ഇട്ടിട്ടില്ല. ഇതാണ് എൻ്റെ നിറം. ഇനി ഇതിന് എന്ത് കളർ വിളിക്കുന്ന എനിക്കറിയില്ല. ഇരുനിറമോ കറുപ്പെന്നോ എന്തൊക്കെയെന്ന് വെച്ചാൽ പറഞ്ഞോളെ, ഒരു കുഴപ്പമില്ല. അയ്യോ അയ്യ. +2 ആനുവൽ എക്സാം ഗോയിങ്. ആ ശരി ശരി. ജിബിൻ സൂപ്പർ കേട്ടാ. എന്നടാ, രണ്ടുപേരും കൊണ്ട് തോറ്റും ഞാൻ. പിന്നെന്താ, വിനീഷായിട്ട് വല്ലാണ്ട് ചിരിക്കുന്നു. എന്ത് കളറാണ് പറയുന്നത് നോക്കട്ടെ. എന്ത് ഈ കളറിന്? എന്നാലും വിട്ടു കൊടുക്കുന്നുണ്ടോ തമ്പി? ഇതാണ് വിട്ടുകൊടുക്കുക 2 പ്രാവശ്യം. പാവം. ഇത് കറുപ്പാണെങ്കിൽ നമ്മൾക്കൊക്കെ കാക്കക്കറുപ്പാകും. ഇത് കറുപ്പാണെങ്കിൽ നമ്മളൊക്കെ കാക്കക്കറുപ്പാകും. ഓക്കെ, ഷോപ്പിൽ കസ്റ്റമർ വന്ന് പിന്നെ വരാം. ഓക്കെ ഏട്ടാ. ഓക്കെ, വൈകുന്നേരത്ത് വരണേ ഏട്ടാ. ചൂട് കട്ടൻ ചായ പരിപ്പ് വട എടുക്കട്ടെ? ഓ വേണ്ട ഏട്ടാ, വേണ്ട ഏട്ടാ. ജ്യൂസ്, നാരങ്ങ വെള്ളം കിട്ടിയാൽ കുടിക്കാം. ലൈവ് പള്ളിസ്വാമി. என்ன சொல்றது? இப்போ கரெக்டா ஒரு பதில் சொல்லணுமே. ഷാളിന്റെ കളറാണ്. ഷോളിന്റെ കളറാ? എന്താ ഷോളിന്റെ കളർ? മഞ്ഞയാ? അല്ല, എന്താ ഗോൾഡൻ കളർ? ഓ എനിക്ക് വയ്യ. പിന്നെ വെറുതെ പറയാൻ കളിയാക്കുന്നു. കറുത്തതും വെളുത്തതും പ്രശ്നമല്ല, ഒരു മനസ്സും ഉണ്ട്. ആ മനസ്സെപ്പോഴും വെളുത്തിരിക്കണം. ആകെ ആവശ്യം അതാണ്. അതൊക്കെ വെറുതെയാണ് കേട്ടാ, വെറുതെയാണ്. വെറുതെയാ. ജോസി ഹായ്, ഗുഡ് ഈവനിങ്. ഷാൾ കളറ് സാൻഡിൽ. സാൻഡിലാണ് അല്ലേ? സാൻഡിൽ കളർ. ഓക്കെ. ഹലോ മാം, കൈഷ ഹോം ടീ ഹോം. വിനോദ് എന്തോ പറയുന്നു. വിനോദ്, ഐ ഡോണ്ട് ഹിന്ദി.
കാർത്തി ഐ ലവ് യു. സൗണ്ട് ഉണ്ടാക്കണ്ടടാ, சொன்னாலே கேட்க மாட்டேங்கிறான். என்ன பசங்க നോമ്പ് തീരുമ്പോഴേക്കും ഷുഗറും കൊളസ്ട്രോളും കുറയും എന്നൊരു പ്രതീക്ഷ. അതേട്ടാ, വെള്ളം നിറയെ കുടിക്കുകയും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നന്നായി കഴിക്കും. നമുക്ക് ശരിക്കും പണിയെടുക്കുമ്പോൾ വിശക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ദൈവത്തിനെ ഓർത്തിങ്ങനെ എല്ലാം ശരിയാവട്ടെ. ഇന്നലെ ഞാൻ നാരങ്ങ വെള്ളം വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, ജ്യൂസ് മതിയെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ നാരങ്ങ വെള്ളം ആയാലും അത് കുഴപ്പമില്ലല്ലോ എന്ന്. അല്ല, ഇന്നലെ എനിക്ക് ജ്യൂസ് കുടിക്കാൻ തോന്നി. ഇന്ന് എനിക്ക് ആ നാരങ്ങൻ്റെ ഒരു ഫ്ലേവറും കുറച്ച് തണുപ്പും ആയിട്ട് ഉപ്പും കുറച്ച് മധുരം കൂടെ മിക്സ് ചെയ്ത് കുടിക്കാൻ തോന്നി. അതാ പറഞ്ഞ കേട്ടാ. ഇന്നലത്തെ കാര്യം ഞാൻ ഇന്നത്തെ കാര്യം പറഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ പോണു. വൈകുന്നേരത്ത് കാണാം ഫ്രണ്ട്സ്. ഓക്കെ, കോക്കനട്ട് വാട്ടർ. കോക്കനട്ട് വാട്ടർ ഈസ് ബെസ്റ്റ്. അതിന് വേറെന്തോ ഇംഗ്ലീഷിൽ പറയില്ലേ രാജ്? കോക്കനട്ട് വാട്ടർ എന്നാ പറയാ? നാരങ്ങ ജ്യൂസ് കുടിക്കാനാണോ? ശരി, വെള്ളമാണെങ്കിൽ ഫുഡാണെങ്കിലും 6:30 ശേഷം. പക്കത്തില് ഷോപ്പിൽ ലെമൺ വാങ്ങി போட்டு குடிங்கப்பா, நீங்களே போட்டு குடிங்க. ഓണാക്കി കൊടുത്താൽ പിള്ളേർ TV ഇല്ല കേട്ടാ. കരിക്കിൻ വെള്ളം കണ്ണും മുക്കും കാട്ടാനല്ല ലൈവ് കേട്ടോ. ധാരാളം പച്ചവെള്ളം കുടിച്ചോളൂ, അതായിരിക്കും ഉത്തമം. ഓക്കെ ഹണിപ്പട്ട ചാണക പോയി. ഇന്നലെ ഓറഞ്ച് ജ്യൂസ്, ഇന്ന് നാരങ്ങ വെള്ളം. വല്ല ബേക്കറിക്കാരന് കല്യാണം കഴിച്ചാൽ എന്നും ജ്യൂസ് കുടിക്കാം. അതിനു വേണ്ടി കാര്യമില്ല കേട്ടോ. ഫുൾ ടൈം ഫ്രീ ആണോ? ഫ്രീ ആണോ ചോദിച്ചു പറഞ്ഞാൽ ഒരു വീട്ടമ്മ പറയുമ്പോൾ ഫ്രീ ആണ്. വർക്കിന് പോവുകയാണെങ്കിൽ ഫ്രീ അല്ല. രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് ഉച്ചക്കലത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് റെഡി ആയിട്ട് വർക്കിന് പോയാൽ പിന്നെ അവിടെ ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും ഇവിടെ തന്നെ ഇരിക്കണം. ഒരു ഇതാകുമ്പോൾ ലൈവിൽ വരുന്നു ഫ്രീ ആയിപ്പോൾ, അത്ര തന്നെ കേട്ടോ. പൈനാപ്പിൾ ജ്യൂസ് ആൾസോ ഗുഡ്. ഓ, ഇഷ്ടം ഇല്ല, എന്നാലും കുഴപ്പമില്ല. പൈനാപ്പിൾ കുറച്ച് എന്തൊക്കെയോ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് വല്ലപ്പോഴും കുടിക്കാം. വീട്ടമ്മ എന്ന് പറഞ്ഞാൽ ഫ്രീ അല്ല. ഞങ്ങളെ വീട്ടമ്മമാർക്ക് എപ്പോഴും ജോലിയാണ്. അതെന്താ കേട്ടോ അങ്ങനെ പറയണത്? എനിക്ക് 2-3 കുട്ടികളുണ്ട്, വീട്ടിൽ ചോറും കറിയും വെക്കണം. ഞാനും ചെയ്യുന്നുണ്ട് ജോലികളൊക്കെ കേട്ടാ, കാലത്തെ കഴിയുന്നു മാത്രം. ഈ ഉച്ച നേരത്തൊന്നും ഞാൻ ഒരു പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. കാലത്തന്നെ രാവിലത്തെയും ഉച്ചക്കലത്തെയും പണി തീർക്കും. പിന്നെ വൈകുന്നേരത്തെ ഒരു 6 മണിയാകുമ്പോൾ ചെയ്താൽ പിന്നെ ഒരു 7-8 മണിയാകുമ്പോഴേക്കും വൈകുന്നേരത്തെയും പണി തീരും. ഇത്രയേ ഉള്ളൂ കേട്ടാ. ജോലിക്ക് പോകുമ്പോ അങ്ങനെ. കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇപ്പൊ വാട്ടർ മിലൻ ജ്യൂസ് കിടക്കുമ്പോപ്പാ കിടക്കാത് സുന്ദരി കുട്ടിയാണല്ലോ. ആണെന്ന് ഇല്ല കേട്ടാ. ഓക്കെ, താങ്ക് യു കേട്ടാ. എന്നാ ദൂരെ. ഹലോ മാഡം, നമസ്തേ. നമസ്തേ ചേച്ചി, നമസ്തേ. നമ്മളെ സ്വന്തം വീട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും പണിയുണ്ടാകും.
ഇത് വാടക വീടല്ല കേട്ടാ. അത് കാരണം പണിയൊന്നും ഇല്ലാന്നല്ല, നമ്മുടെ വീട് പോലെ തന്നെ ആയിരിക്കും. എന്നാലും നമ്മള് പരിസരം നമ്മുടെ കുറച്ച് പിന്നാലെ എന്തെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ ചെടി വെക്കേ അല്ല എന്താണ് മുളകോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ വീട്ടിൽ പറ്റുന്നത് എന്തെങ്കിലും പച്ചക്കറി വെക്കേ, അപ്പൊ അതിന് വെള്ളം കൊടുക്കുക, അതിനെന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക, അങ്ങനെ അതിനെ നോക്കുമ്പോ സമയം പോകും. അതൊരു ബിസിയാണ്. ഇതിപ്പോ അതിനൊരു വഴിയില്ല. ഈ വീട്ടിന് പുറത്തിറങ്ങി കഴിഞ്ഞ റോഡാണ്, പിന്നെ ഉള്ളിൽ കയറിയ അത്രേ ഉള്ളൂ. പുറത്തൊന്നും മണ്ണ് എന്ന് പറയണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പോകണം, അപ്പോഴേ മണ്ണിൽ ചവിട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ അതുകൊണ്ട് തുണി വാഷിംഗ് മെഷീനിലാണ് തിരുമുന്നത്. പിന്നെ വീടടച്ച് തുടയ്ക്കും, പാത്രം കഴുകും, ഭക്ഷണം ഉണ്ടാക്കും, അത്ര തന്നെ. വെരി ഗുഡ്. എനിക്കൊന്നും അറിയില്ല. പളനികുമാർ സൂപ്പർ. സാപ്റ്റാക്സിങ് സാപ്റ്റ്. ഓക്കെ പളനികുമാർ സൂപ്പർ. ശരി, അപ്പൊ ഞാൻ പോകുന്നു. സുന്ദരിക്കുട്ടി ആണല്ലേ നസ്രുദ്ദീൻ ചേട്ടാ, ഭർത്താവിന് എന്താ ജോലി? അവർക്ക് എന്താണ് പാനൽ ബോർഡ്, പിന്നെ ഇലക്ട്രീഷ്യൻ, പിന്നെ മെഷീൻ വർക്കുകള്, പിന്നെന്താണ്, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, മറന്നുപോയല്ലോ ദൈവമേ. അല്ല, പണിയെന്ന് പറയുന്നത് കഴിക്കുക, ഉറങ്ങുക. വാടക വീടാണോ? മാസം നല്ല വാടക ആകുമല്ലോ. അതെ ഏട്ടാ, 6000 രൂപ വാടക കൊടുക്കണം. മാറണം, വീട് മാറണം, വേറെ എവിടേക്ക് മാറണം. ഇതിന് കുറഞ്ഞത് നോക്കണം. എൻ്റെ വീട്ടിൽ 10 മണിക്ക് ജോലി കഴിഞ്ഞു, പിന്നെ വൈഫ് ഉറങ്ങും. അതന്നെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ എന്ത് പണി എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് എണിച്ചു കഴിഞ്ഞാൽ, 4 മണിക്കല്ല, ഒരു 5 മണിക്ക് എണിച്ചു കഴിഞ്ഞാൽ 6 മണിക്ക് എണിച്ചാലേ മതി. 2 മണിക്കൂർ പണി, ഇത്രേ ഉള്ളൂ. പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഒരു 5 മണിക്ക് പിന്നെ എണീക്കുക, വീടൊക്കെ അടിച്ചുകൂടുക, കൈമാലും മോൻ കഴുകുക, വിളക്ക് കൊളുത്തുക, പിന്നെന്താണ് വൈകുന്നേരത്തേക്കുള്ള ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കുക, അത്ര തന്നെ. 9 മണിയാകുമ്പോഴേക്കും പണി കഴിഞ്ഞ് കിടന്നുറങ്ങുക. അങ്ങനെയായിരുന്നു എൻ്റെ. ഇപ്പോൾ ലൈവ് വരുന്നതുകൊണ്ട് കുറച്ച് വൈകി. അങ്ങനെ ഇവിടെ ഓരോക്കാർക്ക് പറമ്പുണ്ട് വരും, നമുക്ക് കൃഷി തുടങ്ങാം. കാലിപ്പറമ്പുണ്ട് വരും. 1 ഏക്കറാ? ശരി, 1 ഏക്കറല്ലേ. നമുക്കതില് മുളക് വെക്കാം, വഴുതിരിങ്ങ വെക്കാം, തക്കാളി, വെണ്ടയ്ക്ക, അവര. ഓക്കെ ബിനു ഏട്ടാ. ഡ്രൈവർ സഹല കലാ വല്ലഭനാണ് ഡ്രൈവിംഗ്. പിന്നെ റിയൽ എസ്റ്റേറ്റ് വെറുതെ കേട്ടോ, ഇതായിരിക്കും ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ ബിനു ഏട്ടാ, ഓക്കെ അല്ല ശരിയാവും. ഓക്കെ ബിനു ഏട്ടാ, ഓക്കെ. അപ്പം ഞാൻ പോകുന്നു ഫ്രണ്ട്സ്, നമുക്ക് വൈകുന്നേരത്ത് കാണാം. വൈകുന്നേരത്ത് വരും കേട്ടോ, വരും എന്തായാലും. ഓഫർ മീ ബ്ലാക്ക് ടീ. അയ്യേ, ഇവിടെ അതൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെറിയ കുഞ്ഞൊരു ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച ബ്ലാക്ക് ടീ ആയി. ചെലക്കുട്ടി ബ്യൂട്ടി തങ്കമേ. ശരി എന്നാ, ടാറ്റ. വൈകുന്നേരത്ത് കാണാം ഫ്രണ്ട്സ്, പോകുന്നു. ടാറ്റ, പോട്ടെ. ഫിനിഷ്.